ഏറ്റവും കൂടുതൽ അടുത്തൊരു സ്റ്റെപ്പ് നമുക്ക് വയ്ക്കാൻ സാധിക്കുക. ചിലപ്പം കുറവുകളും മികവുകളും ഒക്കെ ഇതിന്റെ ഒരു രൂപം നൽകിയെന്ന് മാത്രം. വളരെ സ്നേഹത്തോടു കൂടി അഭയത്തിലേക്കും ഈ ലോക നാട്ടറിവ് ദിനത്തിന്റെ ആചരണ പരിപാടി അത്തം വന്നത് എന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവർക്കും അറിയാലേ. പ്രാവശ്യം കർക്കിടകത്തിലാണ് വന്നത് അല്ലേ? അപ്പോ കർക്കിടകത്തിൽ കുളിച്ചു തോർത്തി പച്ചിലച്ചാറിൽ മുടിയൊതുക്കി കയ്യിലും മെയ്യിലും പൂക്കൾ ചാർത്തി കുമ്മൽ മിഴിയിൽ കവിത ചാർത്തി. ഒരാൾ പറയും ഏതെങ്കിലും ഒരു കളിയുടെ തലമപ്പന്ത് കളിയുടെ ഒരു പദപ്രയോഗം ആരെങ്കിലും പറയും. തലമ, ഒറ്റ, തൂക്കി. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ആരെങ്കിലും പറയോ? അയനമുറി, തുടമ, നാട്ട, തൊപ്പിത്തലമ, ഒന്നിൽ തട്ടിയാലും പിടിച്ചാലും. ഇങ്ങനെ പണ്ടൊക്കെ കളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് പറയാ, പുതിയ തലമുറയോട് തലമപ്പന്ത് കളി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ പ്രിയമുള്ളവരെ, ഞാന് ഈ നാട്ടറിവ് ദിനമാണ് ഇന്ന്. നാടൻ കലകളെ കുറിച്ച് ഈ മേഖലയില് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാധനായ ഒരു വ്യക്തിത്വമാണ് എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ കലാമണ്ഡലം മനീഷ്. അദ്ദേഹം ഇവിടെ ഉണ്ടാകുമ്പോൾ ഭാവോജ്വലമായി അവതരിപ്പിക്കാൻ ഞാൻ ആളല്ല. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ താലൂക്കിലെ എന്താണ് പാലേമാട് എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു പുരസ്കാരം അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ ഈ വ്യക്തിത്വത്തെ. ഇപ്പോഴും എനിക്ക് ഇന്നലെ കൂടി ഞാൻ അഗസ്ത്യ ഹൃദയം കവിത കേട്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. നല്ലൊരു കവിതാലാപന വ്യക്തിയാണ് ശോഭന. ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഒരു കവിത പക്ഷേ നിങ്ങൾക്ക് തോന്നി ഇദ്ദേഹത്തിന് ഒരുപാട് പ്രായമുണ്ടല്ലോ. അതൊരു സത്യമാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ എന്റെ സുഹൃത്തായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാന് നമുക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത്തരം കൂട്ടായ്മകളൊക്കെ നമുക്ക് സുസ്ഥിതിക്കും കുറവില്ല, മുൻനിലയ്ക്കും കുറവില്ല. 10 നാൾ ഭക്ഷിയാഞ്ഞാലും ചത്തുപോകുന്നതുമില്ല. പത്തനങ്ങൾ കിടം പോരാ, എത്ര ദുഃഖം മനുഷ്യർക്ക്. ഇതാണ് കാലനില്ലാത്ത കാലം. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് ഈ കവിതയെ ചോദിച്ചാൽ അറിയില്ല. അവർക്കറിയാം എന്താണ്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം. അതാണ് പുതിയ തലമുറയിലെ കുട്ടികൾക്ക്. അല്ലെങ്കിൽ അവർക്കറിയുന്നത് നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറം. ഇന്നിവിടെ എത്തിയ ഉടനെ തന്നെ നമ്മുടെ അഭയത്തിലെ അമ്മയുടെ പാട്ട് കേട്ടിട്ടാണ് നമ്മളെല്ലാവരും സജീവതയിലേക്ക് നമ്മൾ വന്നത്. അമ്മയുടെ ആ പാട്ടിലെ ഒരു 4 വരി ഞാൻ കടമേടിക്കുകയാണ്. സാനന്ദരൂപം സകല പ്രബോധം. പിന്നെ മുരളിമാഷാണെങ്കിൽ അഗാധമായ വായനയുള്ള ആളാണ്. ഇത് ധാരാളം പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നതാണ്. ഞാനൊരു സാധാരണ മലയാള അധ്യാപകൻ മാത്രമാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾ ചൊല്ലുന്നതിലെ അക്ഷരത്തെറ്റുകളൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പാടുമ്പോൾ മുരളിമാഷ് സൂചിപ്പിച്ചപ്പോഴാണ് അറിയുന്നത് 300ഓളം രാമായണങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ ബഹുമാനപ്പെട്ട മാഷെ കിട്ടിയ അറിവാണ്. ഇതില് 3 രാമായണത്തിലാണ് രാവണന്റെ പുത്രിയാണ് സീത എന്ന് പറയുന്നത്.
നോക്കി ഒന്നിലുമില്ല. ബാക്കിയുള്ള ഒന്നിലും രാവണപുത്രി എന്ന് പറയുന്നുണ്ട്. നിറഞ്ഞാദരവോടുകൂടി തെറ്റാനാടൻ കലാപ്രസംഗ കേന്ദ്രത്തിന്റെ പരീക്ഷാ പുരസ്കാര ജേതാവിനെ നിറഞ്ഞ ആദരവോടെ ആദരിക്കട്ടെ. തെറ്റാനാടൻ കലാപ്രസംഗ കേന്ദ്രത്തിന്റെ പ്രതീക്ഷാ പുരസ്കാരം നാടൻ കലാപ്രതിഭ ശ്രീ അഭിലാഷ് പാലേമാടിന്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ മുണ്ടപ്പെട്ടി എന്ന ഗ്രാമത്തിൽ ശിവശങ്കരൻ, ഉഷാകുമാരി എന്നിവരുടെ ഇളയ മകനായി 1980 ഈ പരിപാടിയുടെ വിധികർത്താവ് കൂടിയാണ് സതീഷ് മാഷ്. വളരെ ആദരവോടുകൂടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വളരെ സന്തോഷം. അനുമോദന പത്രം ഏറ്റുവാങ്ങുന്നതിനായി മായാകൃഷ്ണ അവരുടെയും അത് നൽകുന്നതിന് വേണ്ടി മാഷെയും ക്ഷണിക്കുന്നു. എപ്പോഴും വന്ദിക്കുന്നേ. നാദം മ്യൂസിക്കൽ അക്കാദമി, മണ്ണാർക്കാട്, പാലക്കാട്. എഴുത്താണി പുരസ്കാരം 2026. ശ്രീമതി മായാകൃഷ്ണൻ, തൃശൂർ ജില്ല. നദികളും പർവ്വതങ്ങളും സമുദ്രങ്ങളും ലോകത്തിൽ ഉള്ളിടത്തോളം കാലം രാമായണം കഥ പ്രചരിക്കുക തന്നെ ചെയ്യും. സനാതന സംസ്കൃതിയുടെ അമൂല്യ വിശുദ്ധിയായ രാമായണ കാവ്യം തിരുനാളമായി താങ്കളുടെ രാമായണ സഭയ്ക്ക് തുടരാനായി നാദം മ്യൂസിക്കൽ അക്കാദമി ഏർപ്പെടുത്തിയ നിമിഷ ശ്രീനിവാസൻ എന്ന 10 മുതൽ 29 വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിലാണ് ഇവര് അവാർഡ് ജേതാവായിട്ടുള്ളത്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി അവരെ ഈ ചടങ്ങിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു, ആദരിക്കുന്നു. അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനായി നിമിഷ ശ്രീനിവാസിനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. മുതിർന്ന അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഈ രാമായണത്തിന്റെ തുടർച്ച എന്നത്. തീർച്ചയായിട്ടും നിമിഷയെ ഈ അവാർഡിന്റെ അനുമോദന പത്രം നൽകുമ്പോൾ അനുമോദിക്കേണ്ടത് നിമിഷയെ മാത്രമല്ല, കൂടെ ഏറ്റുവാങ്ങണം. ആദരവ്, സ്നേഹം. ഇനിയും ഉത്തരോത്തരം രാമായണ പാരായണത്തിന്റെ പുണ്യം നാവിൽ പേറി ഇനിയും അതെ 3-9 എന്തായാലും അദ്ദേഹം നമ്മുടെ പ്രഭാഷണങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ അല്ലെ വീക്ഷിച്ച് നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അത് പ്രേക്ഷകൻ മനസ്സിലാക്കുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഞങ്ങൾ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മൊബൈലിൽ നോക്കിയിട്ടും ഹലോ അവിടേക്ക് ഞങ്ങൾക്ക് മീൻസ് പ്രസംഗത്തിന്റെ ഒരു ഇതാണ്. എല്ലാവരും സദസ്സത് വളരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ധാരാളം വിദ്യാർത്ഥികളിലേക്ക് കൂടി ഈ ഓരോ കാര്യത്തെയും എത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ശ്യാം സുന്ദർ. വളരെ സന്തോഷം. രണ്ട് നടന്മാർ കണ്ടെത്തി. അല്ല, ഏറെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്തായിരുന്നു അറിയോ? 22-ാം തീയതി അദ്ദേഹം പറഞ്ഞെങ്കിലും ഇത്രയും ആലോചിച്ച് നോക്കൂ, ഈ പുരസ്കാരങ്ങളുടെ ആ ഒരു ശ്രേഷ്ഠത ആലോചിച്ച് നോക്കൂ. ഇത്രയും നല്ല പുരസ്കാരങ്ങൾ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കോ? എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഞാനൊരു പേഴ്സണൽ മെസ്സേജ് ഇട്ടു. കാരണം 22-ാം തീയതി തന്നെ ഉണ്ടാവുമോ? കാരണം വേറൊന്നുമല്ല, എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ഒരു കാര്യം കൂടി അറിയാൻ പറഞ്ഞുതരാം. അപ്പൊ എന്നെ പറഞ്ഞില്ല പ്രചോദനം എന്ന്, അവരെന്നെയാണ് പ്രചോദനം സദാസമയം അവരുടെ കൂടെ. അല്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അല്ലേ, എന്നാ തെറി പറഞ്ഞിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും സന്തോഷം. 3 പേരും ഒന്നിച്ച് വന്നിട്ടുണ്ട്. അവരെ പിന്നാടെ അണിയിച്ച് ആ കുടുംബത്തിന് വേണ്ടി അല്ലെ, അങ്ങനെയാണ് അല്ലെ മുരളി മാഷേ? ആ കുടുംബത്തെ തന്നെയാണ് നമ്മൾ ചേർത്ത് ആദരിക്കുന്നത്. ഇനി തന്റെ മക്കളുടെ രാമായണ പാരായണത്തിന്റെ താല്പര്യത്തോടു കൂടി ഈ കാര്യത്തിൽ ഇടപെടുന്ന അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ആദ്യം ആദരിക്കുകയാണ്. ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് മുരളി മാഷെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു.
അദ്ദേഹത്തിന്റെ മോൻ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്ത് ഗംഭീരമായിട്ടുള്ള പാട്ടൊക്കെ പാടിയ ആളാണ്. ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം എല്ലായ്പ്പോഴും നമ്മളോട് കൂടി ചേർന്ന് ഈ അവാർഡ് പ്രത്യേക സൗഖ്യം 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 തീർച്ചയായിട്ടും ആ സൗഖ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സൗഖ്യത്തിൽ അവസാനിപ്പിക്കണം. കാരണം ഇതിന്റെ പൂർണ്ണത ഞാൻ യോഗാംബികയെ ഉദ്ദേശിച്ചു. നിറഞ്ഞ സൗകര്യം കഴിഞ്ഞു കൊടുക്കും. തീർച്ചയായും സന്തോഷം സന്തോഷം. വളരെ ആദരവോട് കൂടി പ്രശസ്ത നാടൻ കലാകാരിയുമായിട്ടുള്ള പ്രിയപ്പെട്ട ശോഭന അവர்களെയാണ്. അവര് രണ്ടുപേരും ഉപഹാരം നൽകുന്നത് ഈ മറ്റൊരു 3ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് അരുൾപ്പാടിന്റെ ഗായിക കൂടിയായിട്ടുള്ള ഫാഷൻ ഡിസൈനർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അതുല്യ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് കീർത്തിപത്രം സമ്മാനിക്കുന്നത് പ്രിയപ്പെട്ട ഈ ചടങ്ങിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ വർഷത്തെ രാമായണ പാരായണം കുറിച്ച് ആദ്യം എത്താൻ വേണ്ടി കരുതി വെച്ച ഒരാള് അവിചാരിതമായിട്ട് മറ്റൊരു യാത്രയിലേക്ക് പുറപ്പെട്ടു. നമുക്ക് അമ്മമാരൊക്കെ വിശന്നിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് അധികം പറയാനില്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഈ പുരസ്കാരം നൽകിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണുള്ളത്. കാരണം എനിക്ക് അനുഭവം നല്ല മൊട്ടമാരെ കണ്ടുവെച്ചൂടെ, ചെമ്പരത്തി പൂ പോലെ കോർത്തു വെച്ചൂടെ, മഞ്ഞുമഴ പെയ്യുഞ്ചോ കല്ലുമഴ പെയ്യുഞ്ചോ ഈ കൂക്കലും കളി അവർക്ക് പ്രാധാന്യമാണ്. അതായത് കൂക്ക എന്ന് പറഞ്ഞാൽ നമ്മള് ഉദ്ദേശിച്ചത് നമ്മള് ആക്കാന്നുള്ള രീതിയിലല്ല. അവർക്ക് ആ കൂക്കൽ നമുക്ക് പ്രാധാന്യം കൂടുതലാണ്. അവർക്ക് വിളിക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് കിട്ടുള്ളൂ. അവരെ ഈ ദൈവങ്ങളെ വിളിച്ചിറക്കുന്ന സമയത്ത് അത് ആ 7 ദിവസം നമുക്ക് ഇവര് കൊട്ടും പാട്ടുമായിട്ട് വരുമ്പോൾ ആ രീതിയിൽ ചെയ്യും. പണി നിർത്താണത് ചെയ്യാറുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ നമ്മളെ സംസ്ഥാന കലോത്സവത്തില് മലപ്പുരയാട്ടം സ്റ്റേറ്റിൽ കൊണ്ടുവരുന്നു. അരുൾപ്പാട് നാടൻപാട്ട് കലാസംഘത്തില് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പഠിപ്പിച്ച് ഞങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോയി അതുപോലെ നാടൻപാട്ട് എത്തിക്കുന്നുണ്ടായിരുന്നു. ഒക്കത്തിനും വഴികാട്ടി എന്റെ ഗുരുനാഥൻ തന്നെയാണ്, അനീഷേട്ടൻ തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും. എനിക്ക് ഒരാളും കൂടെ, ഒരു ഗുരുനാഥനും കൂടെ വരാനുണ്ട്, ഉച്ചകഴിഞ്ഞിട്ട് വരും. ആളെ നമ്മളിവിടെ ഈ സമയത്ത് ജയറാം മഞ്ചേരി എന്ന പറഞ്ഞ ആളുണ്ട്. പിന്നെ എന്റെ കൂടെ എല്ലാത്തിനും എന്റെ ടീമിലെ ഓരോ അംഗങ്ങളും ഇപ്പൊ നേരത്തെ ചെയ്ത ഒരു പേര് പോലെ തന്നെ അസ്ഥിര. എന്റെ 23ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോ അതുവരെ 8ാം ക്ലാസ് മുതൽ ഒരു ദേശത്തിന്റെ കഥ വായിച്ചിട്ടാണ് വായനയിലേക്ക് ആകൃഷ്ടയാവുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് കപ്പലണ്ടി പൊഞ്ഞുകൊണ്ടിരുന്ന കടലാസ് വായിച്ച് വിശപ്പ് തീർക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ 25ാമത്തെ വയസ്സിൽ മനസ്സ് കൈവിട്ടു പോവും എന്ന് തോന്നിയ ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷത്തിൽ ഒരിക്കലേ വായിക്കാൻ പറ്റുന്നുള്ളൂ, വായിച്ച് എത്തിക്കാൻ പറ്റുന്നുള്ളൂ. എന്നിട്ടും യുദ്ധകാന്ഡം മുഴുവനായിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഇതിനൊരു വലിയൊരു ഡീവിയേഷൻ വന്നത് കൊറോണ കാലത്താണ്. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളില് ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ പൂങ്കുന്നം തൃശ്ശൂര്, അവിടെ എല്ലാ വർഷവും രാമായണ മാസത്തിൽ അസംബ്ലി ഉള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് ഒരു 5-8 വരി ചൊല്ലിക്കും. അതേപോലെ ഒരു ചോദ്യം ചോദിക്കും, അതിനുത്തരം അറിയാം. അങ്ങനെയുള്ള ഒരു കാര്യം നടക്കാറുണ്ടായിരുന്നു. കൊറോണ വന്നപ്പോൾ അത് മുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, കൊറോണ കാലത്താണ് ആദ്യമായിട്ട് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഞാൻ കാണുന്നത്, ഉപയോഗിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് എടുക്കേണ്ടി വന്നപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ ഗ്രൂപ്പിലേക്ക് ഞാൻ വായിക്കുന്നത് ഷെയർ ചെയ്തു.
അത് പിന്നെ വർദ്ധിച്ച് ഏകദേശം 50-55 ആൾക്കാരിലേക്കും ഗ്രൂപ്പുകളിലേക്കും ആയിട്ട് പോവുകയുണ്ടായി. ആ വർഷം തന്നെയാണ് തൃശ്ശൂർ NSS കരയോഗത്തിന്റെ തൃശ്ശൂർ താലൂക്ക് യൂണിയന്റെ മത്സരത്തിൽ പങ്കെടുക്കാൻ എന്നോട് അവര് ആവശ്യപ്പെടുന്നത്. എനിക്ക് രാമായണം വായിക്കാൻ ഒരേ ഒരു സ്റ്റൈലേ ഉള്ളൂ, ഒറ്റ രീതി എനിക്ക് നിശ്ചയുള്ളൂ. അത് അങ്ങനെ തുടങ്ങുകയും ചെയ്യും. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നീണം കാലേ കാലേ. ഞാൻ പാട്ട് പഠിച്ചിട്ടുള്ള ആളല്ല, പക്ഷെ എനിക്ക് അങ്ങനെ ചൊല്ലാൻ പറ്റുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ 5 വർഷം തുടർച്ചയായിട്ട് അവിടെ 1-ാം സ്ഥാനം നിലനിർത്തി. ഈ മത്സരത്തിന്റെ വിധി പ്രഖ്യാപനം വന്നപ്പോൾ അനീഷ് സാറ് പലപ്പോഴായിട്ട് ഗ്രൂപ്പിലിട്ട ഒരു കാര്യം, പലരും വിധി നിർണയത്തില് പിണങ്ങിയിട്ട് ഗ്രൂപ്പിൽ നിന്ന് പോയി തുടങ്ങിയതൊക്കെയായിരുന്നു. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അറിഞ്ഞ ഒരു കാര്യം, രാമായണം ഒരു വലിയ ഔഷധമാണ്. അതൊരു മത്സര സാധനമായിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഈ ശരവണേട്ടനെ ഞാൻ കാണുന്നത് ആദ്യമായിട്ട് 2 വർഷം മുമ്പ് പാലക്കാട് വെച്ച് സനാതന ധർമ്മ പരിപാലന സംഘം നടത്തിയ 25,000 രൂപ സമ്മാനത്തുകയായിട്ടുള്ള ഒരു രാമായണ പാരായണ മത്സരത്തിനാണ്. രാമായണ രത്നം അവാർഡ്. അതിനുണ്ടായിരുന്ന നിബന്ധന കഠിനമാണ്. അവർ പറയുന്ന ഭാഗം മനഃപ്പാഠമാക്കിയിട്ട് നമ്മൾ ചൊല്ലണം. ആ സമയത്ത് ഞാനൊരു മഹാരോഗിണിയായിരുന്നു. ഇപ്പോഴും ഉണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ. അക്കാലത്ത് എൻ്റെ തലയ്ക്കുള്ളിൽ സ്റ്റെൻഡ് ഇടണം എന്ന അവസ്ഥയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്കൂൾ പഠനകാലത്ത് ഇപ്പോൾ അദ്ദേഹം ചൊല്ലിയതുപോലെ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ ചോദിച്ചാൽ എനിക്ക് ഏതൊറക്കത്തിലും ഞാൻ ചൊല്ലും. പക്ഷെ 30 കൊല്ലം തുടർച്ചയായിട്ട് വായിച്ച രാമായണത്തിൽ നിന്ന് കൃത്യം ഒരു ഭാഗം കാണാതെ ചൊല്ലാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. എൻ്റെ മനസ്സിൽ നിന്ന് ഷോർട്ട് ടേം മെമ്മറി ലോസ് ഭീകരമാണ് എനിക്ക്. കേവലം ഒരു സിനിമ പാട്ട് പോലും എനിക്ക് ബൈഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ മത്സരത്തിന് പോണത്. എനിക്ക് കിട്ടിയ നമ്പർ 14ആണ്. അതിന് മുൻപൊക്കെ ശരവണേട്ടനൊക്കെ ചൊല്ലി വളരെ അദ്ദേഹം മനസ്സിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്ന് രാമായണം ചൊല്ലുന്ന ഒരു വ്യക്തിയാണ് അന്ന് ഞാൻ കേട്ടതാണ്. തുടർന്ന് 12ാമത്തെ നമ്പർ എത്തിയപ്പോൾ ഞാൻ ജഡ്ജസിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് കാണാതെ ചൊല്ലാൻ പറ്റില്ല. അപ്പോ ഏകദേശം ഒരു 10-12 നറുക്കുകൾ അതിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് ഏതാണോ ആ ഭാഗം, ഒരു 60ഓളം വരികളുണ്ടെന്ന് തോന്നുന്നു, ചൊല്ലണം. ഞാനൊരു മത്സരാർത്ഥി അല്ലാതെ ചൊല്ലാം. നിങ്ങൾ പറയുന്ന ഭാഗം, ജഡ്ജസ് പറയുന്ന ഭാഗം അധ്യാത്മരാമായണം കളിപ്പാട്ടിൽ നിന്ന് ഞാൻ ചൊല്ലാം. അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. എനിക്ക് കാണാതെ ചൊല്ലാൻ പറ്റില്ല എന്നാണ്. അപ്പൊ അവര് പറഞ്ഞു നിൽക്കൂ, ഏതെങ്കിലും ഒരെണ്ണം ശരിക്ക് എന്തെങ്കിലും ചൊല്ലാൻ പറ്റുന്നത് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അനുഭവം ആയതുകൊണ്ടാണ് ഞാൻ ദീർഘിപ്പിക്കുന്നത്, എനിക്കറിയാം. അപ്പോ 12 കഴിഞ്ഞു. 13ാമത്തത് ചൊല്ലുമ്പോഴാണ് നമ്മള് 14ാമത്തെ ആൾക്ക് നറുക്കെടുക്കേണ്ടത്. എനിക്ക് കിട്ടിയ നറുക്ക് ലക്ഷ്മണോപദേശം ആയിരുന്നു അല്ലേ? ലക്ഷ്മണോപദേശത്തിലെ കൃത്യം 30 വരികൾ എനിക്ക് കാണാതെ അറിയാം. കൃത്യം 30 വരികൾ. ഞാൻ ഈ പ്രാർത്ഥനയോടെ തുടങ്ങി. ആ 30 വരികൾ കണ്ണടച്ച് നിന്ന് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം എന്നങ്ങട് ചൊല്ലി കഴിഞ്ഞ് 30ാമത്തെ വരിയോടുകൂടി നിർത്തിയപ്പോ സദസ്സും ജഡ്ജസും ഒരേപോലെ എന്താ നിർത്തിയത്, ചൊല്ലു, തുടരൂ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരവണനൊക്കെ ഓർമ്മയുണ്ടാവും ഞാനത് പറഞ്ഞത്. അപ്പൊ അവിടെ നിർത്തിയിട്ട് മറ്റാരോടും ചോദിക്കാത്ത പോലെ 6-8 ചോദ്യങ്ങൾ എന്നോട് രാമായണം കിളിപ്പാട്ടിൽ നിന്ന് തോന്നിയ ഭാഗത്തു നിന്നൊക്കെ അവർ ചോദിച്ചു. എന്റെ ഒരു ഗുരുത്തം കാരണം ആ 8 എണ്ണത്തിനും എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാനും പറ്റി. 2ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് പ്രശ്നോത്തരിയാണ്. ആ പ്രശ്നോത്തരിയിലെ 10 ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയാൻ പറ്റിയ ഒരേ ഒരാൾ ഞാനായിരുന്നു. ആ 25,000 രൂപയും കൊണ്ടാണ് ഇപ്പോഴും കൊണ്ടാണ്
25,000 രൂപയോ ആ ശില്പമോ എനിക്ക് തരാതിരുന്ന ഒരു വലിയ അറിവ് അന്ന് എനിക്ക് കിട്ടുണ്ടായി. അത് രാമായണം എന്നല്ല, ഏതൊരു പുസ്തകവുമാകട്ടെ വായനയിൽ കൂടി നമുക്ക് തരുന്നത് ജീവിതത്തിലെ ചില പ്രധാന ഘട്ടങ്ങളിലേക്കുള്ള വഴിത്തിരിവുകളാണ്. എനിക്ക് പറയാനുള്ളത് ഈ കുഞ്ഞു കുട്ടികളോടാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സ്വന്തം ക്ഷേത്രത്തില് ഒരു ഫുൾ ഡേ രാമായണ പ്രശ്നോത്തരിയും പാരായണ മത്സരവും ഉണ്ടായിരുന്നു. ഞാൻ സതീഷ് സാറ് നേരത്തെ പറഞ്ഞൊരു പ്രശ്നത്തിലേക്കാണ്. ബഷീർ മാഷ് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തന്നുണ്ടെങ്കിൽ കൂടിയും ഞാനും കുറച്ച് സതീഷ് മാഷയുടെ പക്ഷത്താണ്. ഞാനൊരു മലയാള അധ്യാപികയാണെന്ന് പറഞ്ഞല്ലോ. ആ പ്രശ്നോത്തരിയില് 40 ചോദ്യങ്ങളാണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. ഈ 40 ചോദ്യങ്ങളിൽ 37 ചോദ്യങ്ങളും പേരുകളായിരുന്നു. 3 ചോദ്യങ്ങൾ ഒരൊറ്റ കുട്ടിയും, മുതിർന്നവരും ഒറ്റ കുട്ടിയും ഉത്തരം എഴുതിയില്ല. അത് കഴിഞ്ഞിട്ട് 32 മാർക്ക് കിട്ടിയ 3 കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ടൈ ബ്രേക്കർ വെച്ചു. ടൈ ബ്രേക്കർ ചോദ്യങ്ങളിൽ നമ്മളിപ്പോ ചക്ഷുശ്രവണ ഗളസ്ഥമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഈ പ്രശസ്തമായ വരികൾ രാമായണത്തിൽ ഏത് ഭാഗത്തിലാണെന്ന് ചോദിച്ചാൽ അവർക്ക് കിട്ടില്ല. അതേസമയം യുദ്ധകാണ്ഡത്തിൽ ആരാണ് രാവണന് വേണ്ടിയിട്ട് ഹനുമാനെ ചതിക്കാൻ വേണ്ടി വേഷം മാറി വന്ന വൃദ്ധ രാക്ഷസൻ എന്ന് ചോദിച്ചാൽ അവർ കറക്റ്റ് ആയിട്ട് ഉത്തരം പറയും, കാലനേമി. എന്താ പ്രശ്നം എന്ന് ഞാൻ പറയട്ടെ. കുട്ടികള് പ്രശ്നോത്തരിക്ക് വേണ്ടി പങ്കെടുക്കുന്നവർ യൂട്യൂബിൽ നേരെ കയറിയിട്ട് രാമായണം ക്വിസ് സെർച്ച് ചെയ്യാണ്, അതങ്ങനെ തന്നെ പഠിക്കുകയാണ്. നമ്മുടെ രാമായണ പാരായണങ്ങൾ നടക്കേണ്ടത് അത്തരത്തിലല്ല എന്ന് എല്ലാ കാലത്തും ഞാൻ വിശ്വസിക്കുന്നു. ഈ നേരത്തെ ഞാൻ ചൊല്ലിയ ഈ 2 വരി, വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ. മക്കളോട് ഞാൻ ചോദിക്കട്ടെ, ആരുടെ പ്രാർത്ഥനയാണത്? മക്കളോട്. സമ്മാനം നേടിയ കുട്ടികളല്ലേ പ്രാർത്ഥിക്കുന്നതാണ്. വളരെ നല്ല. ഖണ്ഡത്തിലെ ബാലഖണ്ഡത്തിൽ വായിക്കുന്നുണ്ടാവും, കുറെ വർഷങ്ങളായിട്ട് വായിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് അത് അറിയണത്. ഈ ജാതികൾ കേറുമെടോ ഗോഷ്ഠികൾ എന്ന് പറയുന്നുണ്ട്. ആരാ പറയണെന്നറിയോ? അവിടെ നിന്ന് അദ്ദേഹം ചോദിക്കണത് നീ എന്തു പാപം ചെയ്തു എന്നാണ്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ മാത്രം ഇവളെ കല്ലെറിയുവാൻ കല്ല് കയ്യിലെടുക്കുക. അദ്ദേഹവും കയ്യിൽ കല്ലെടുക്കുന്നില്ല. അതേ വാക്യല്ലേ ഇവിടെ ഭദ്രേ രാമനഹം എന്ന് പറയുമ്പോ കിട്ടണത്. എന്ത് വ്യത്യാസമാണ് ഇതിലുള്ളത്? ഞാൻ അന്ന് കൂടിയ ആ മനുഷ്യരോട് അത് നമുക്ക് ലിറിക്സ് നോക്കാം. ഇപ്പൊ നിന്റെ മനസ്സിൽ തോന്നി നീ പാടിയത് കുറച്ച് സ്നേഹത്തോടു കൂടി. അതെ, അതിനുശേഷം നിമിഷ സംസാരിക്കും. ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും. ഭക്തിയുള്ള മാതൃശാം സുഖമില്ലേ വാദമില്ലഹോ ദുഃഖം ബാധിക്കയില്ലൂനം യാദവാദീപാം നിന്നെ ഹൃദി ചിന്ത നിതാനേന മോദം മേ വളരുന്നു കരുണ സഹജ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഓൾ കേരള ലെവലിലുള്ള ഒരു രാമായണ പാരായണ മത്സരത്തിന് ഞാൻ പങ്കെടുക്കുന്നത്. ആൻഡ് അതിൽ 1ാം സ്ഥാനവും എഴുത്താണി പുരസ്കാരവും എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് ജഡ്ജസിനോടാണ്. എൻ്റെ പാരായണത്തെ വിലയിരുത്തി ഞാൻ ഈ പുരസ്കാരത്തിന് അർഹയാണെന്ന് അവര്
വിധി കൽപ്പിച്ചതിൽ ഇത് ദൈവത്തിന്റെയും ഒരു കയ്യൊപ്പുണ്ട്, എൻ്റെ പാരൻസിന്റെയും ഒരു വിലയേറിയ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ അതിയായി വിശ്വസിക്കുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നുമുണ്ട്. എനിക്ക് രാമായണം പാരായണം എന്നുള്ള അങ്ങനെ ഒരു കൾച്ചർ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ 10 വരെ പഠിച്ചത് ചിന്മയിലാണ്. ചിന്മയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് തന്നെ അവിടെ ഗീത അഭ്യാസം, അവിടെ എല്ലാ ഒരു പീരീഡ് തന്നെ ഉണ്ട്. ഗീത എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ട്, രാമായണം. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികളെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങും അവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാമായണ മത്സര സമയത്ത് എല്ലാ കർക്കിടക മാസത്തിന് കുറച്ച്